ഇത് നമുക്ക് കുറച്ച് പച്ചക്കറി വെച്ചിട്ട് എളുപ്പത്തിൽ ഒരു അടിപൊളി സാമ്പാർ ഉണ്ടാക്കിയെടുത്താൽ അതിനായിട്ട് പരിപ്പ് ഞാൻ കഴുകിയെടുത്ത് കുക്കറിനകത്ത് 2 വിസിലടിക്കാൻ വേവിക്കുന്നുണ്ട് കേട്ടോ. വേവിച്ചെടുക്കുന്നുണ്ട്. സാധാരണ പരിപ്പ് വേവ് കുറവാണെങ്കിൽ പച്ചക്കറിയും പരിപ്പും ഒന്നിച്ച് വെച്ചാൽ മതി. ഇത് കുറച്ച് വേവുള്ളത് കൊണ്ട് തന്നെ ഞാൻ 2 വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ പച്ചക്കറി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ്, തക്കാളി, സവാള, കോവയ്ക്ക, വെണ്ടയ്ക്ക, പിന്നെ പച്ചമുളക്, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ പച്ചക്കറിയായിട്ട് എടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് പച്ചക്കറി മാത്രം മതി. ഇനി നമ്മൾ ആ ഒരു പരിപ്പ് 2 വിസിലടിച്ച് വെന്തതിന് ശേഷം ഈ ഒരു പച്ചക്കറിയും കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു വിസിലും കൂടി അടിക്കാനായിട്ട് വെക്കാം കേട്ടോ. അതൊന്ന് വെന്ത് കഴിയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കടുക് പൊട്ടിക്കാം. കടുക്, ഉലുവ, അതുപോലെ കറിവേപ്പില, വറ്റൽമുളകും ഇതെല്ലാം പൊട്ടിച്ചതിന് ശേഷം നമ്മൾ പൊടികളായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ തന്നെ സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി നമ്മൾ ഇതിലോട്ട് ഈ ഒരു സാമ്പാർ വേവിച്ചെടുത്ത കഷ്ണത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വാളംപുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിട്ട് നല്ല കുറുകിയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകല്ലേ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.